നമസ്കാരം. നമ്മളിന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഒരു പറക്കുന്ന തത്തയാണ്. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരം പറയുന്നത് പോലെ ഒരു ബ്ലോക്കിംഗ് മെത്തേഡിലൂടെയാണ് നമ്മൾ വരയ്ക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇന്ന് ഞാൻ ഈ പറക്കുന്ന തത്തയെ എന്തുകൊണ്ടാണ് എടുത്തതെന്ന് ചോദിച്ചാൽ, നമ്മൾ പലപ്പോഴും പലതിൻ്റെയും സ്വാതന്ത്ര്യത്തിന് അറിഞ്ഞോ അറിയാതെയോ നിഷേധിക്കുന്നുണ്ട്. പല വീടുകളുടെയും പൂമുഖത്ത് കൂട്ടിലടച്ച തത്തയെ നമ്മൾ അലങ്കാരത്തോടെ വളർത്താറുണ്ട്. എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് അത് സന്തോഷിക്കുന്നു എന്ന് നമ്മൾ വെറുതെ പറയും. ജീവിതം അങ്ങനെയാണ്. നമ്മൾ പലപ്പോഴും മറ്റൊന്നിൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം ഇല്ലായ്മയെക്കുറിച്ച് നമ്മൾ പരിതപിക്കാറുണ്ട്. ജീവിതം ഒരുപാട് നമ്മൾ പഠിക്കാറുണ്ടെന്ന് തോന്നുന്ന ചില നിമിഷങ്ങളാണിത്. അപ്പോൾ ഇതൊന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ചിത്രകലയിലേക്ക് കിടക്കുകയാണ്. നോക്കൂ, ഈ തത്തയെ വരയ്ക്കുമ്പോൾ നമ്മൾ പതിവ് പറയുന്നത് പോലെയുള്ളൊരു ബ്ലോക്കിംഗ് ആണ്. ഇങ്ങനെ വരച്ചുകൊണ്ട് ഇതിൻ്റെ ബോഡി നമ്മൾ നീളത്തിലെടുക്കുന്നു. നോക്കുക, നിങ്ങൾക്കിത് കാണാമെന്ന് ഞാൻ കരുതുന്നു. അത്ര ചെറുതായിട്ടാണ്, അത്ര സോഫ്റ്റായിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. 3 വാലിലേക്ക് നമ്മളെത്തി. ഇവിടെ കാലുകൾ നമ്മൾ അടയാളപ്പെടുത്തി. ഇത് നമ്മൾ ഈ ചിറക് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ചിറകിൻ്റെ അടയാളവും ഇതെല്ലാം നമ്മളൊരു ബോക്സ് ടൈപ്പിൽ ചെയ്യുന്നു. എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ ഇത് ബ്ലോക്കിംഗ് മെത്തേഡാണ്. ഇനി ഞാൻ സ്കെച്ചിങ്ങിലേക്ക് പോകാം. ഇത്രയും നിങ്ങൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇതിനെ ഇതുപോലെ തന്നെ ബ്ലോക്ക് ചെയ്യാനാണ് നിങ്ങൾ നോക്കേണ്ടത്. താങ്ക് യു. ഇനി നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ നോക്കുക, സ്കെച്ചിങ് ആണ്. ബ്ലോക്കിങ്ങിനെ കുറിച്ച് നമ്മൾ പല ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. ഇനി സ്കെച്ചിങ്. അപ്പോൾ നമ്മൾ ഈ ചിത്രം നോക്കുക, കണ്ടോ? ഇതിൻ്റെ തല എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഇവിടെ നിന്ന് വന്ന് ഒന്ന് ചരിഞ്ഞ് കുറച്ച് മുകളിലേക്ക് പോകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, കണ്ടോ? ഈ നീളം നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം. ശ്രദ്ധ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഒന്നിനെ നുകർന്നെടുക്കുക എന്ന് നമ്മൾ പറയില്ലേ? വെറുതെ കണ്ടുപോകുന്നതല്ല ശ്രദ്ധ, അതിൻ്റെ ആത്മാവിനെ അറിയുന്നതാണ് ശ്രദ്ധ. നമ്മൾ വരയ്ക്കുകയാണിങ്ങനെ. സ്വാഭാവികമായും ഇതിൻ്റെ കൊക്ക് വരയ്ക്കുമ്പോൾ, ചുണ്ടുകൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞിട്ടാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കീഴ്ചുണ്ട് ദേ ഇങ്ങനെയാണ് നിൽക്കുന്നത്, അകത്തേക്ക്. നമ്മളിത് വരച്ചു കഴിഞ്ഞു. കണ്ണ് ഈ ഭാഗത്താണ്. ഫിനിഷിംഗ് ലൈനിൽ വരുമ്പോൾ ഇതിൽ നിന്ന് കുറേ മാറ്റം വരുമെങ്കിലും സ്കെച്ചിങ്ങിലാണ് നമ്മളൊരു ചിത്രത്തിൻ്റെ 70% വരച്ച് ചേർക്കുന്നത്. ഇവിടെ താഴേക്ക് വരുമ്പോൾ നിങ്ങൾ മുകളിലത്തെ ചിറകിനെ നോക്കുക. ഇവിടെയാണ് ഈ വളവ്, ഇത് നോക്കുക. ഇങ്ങനെയുള്ള ചെറിയ അളവുകളിലൂടെയാണ് നമ്മൾ ചിത്രത്തിനെ കൊണ്ടുപോകേണ്ടത്. പിന്നിലേക്ക് വരുമ്പോൾ ഈ കാലിലെ പൊസിഷൻ ഇച്ചിരി മാറി, കാരണം സ്കെച്ചിങ്ങിൽ മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ വന്നു. ഇവിടെ നമ്മൾ ഇവിടെ നോക്കുക. ഇങ്ങനെ 2 വശവും ഒരുപോലെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ ചിത്രത്തിനെ പൂർത്തിയാക്കേണ്ടത്. കണ്ടോ? ഇങ്ങനെ വന്നിട്ട് ഇവിടെ അത് നേർത്തു പോവുകയാണ്. അത് ഇങ്ങോട്ട് വന്ന് ഈ ഉടൽ ഇവിടെ നേർത്ത് നിൽക്കുന്നു. നോക്കുക, എന്തുകൊണ്ടാണ് ഈ പക്ഷികളുടെയൊക്കെ ഷേപ്പ് ഇങ്ങനെ നിങ്ങൾക്ക് ഓർത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആകാശവിധാനങ്ങളിലൂടെ വായുവിനെ കീറി മുറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് യാതൊരു അലോസരവും ഉണ്ടാക്കാതെ പറന്നു പോവാൻ കൊടുത്തിരിക്കുന്ന ഒരു രൂപമാണ് കിളികളുടേത്. അവരൊരിക്കലും അതിന് വിപരീതമായി ചെയ്യില്ല എന്നുള്ളതാണ് വേറെ സത്യം. അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറ്റുന്ന രീതിയിൽ ഒന്നിനെയും നോവിക്കാതെ പരമാവധി മനോഹരമായിട്ട് ചെയ്യുന്നു. നമ്മൾ പ്രപഞ്ചത്തിൽ നിന്ന് പലതിനെയും കണ്ട് പഠിക്കേണ്ടതുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ പറയും ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ജന്മമാണ് മനുഷ്യനെന്ന്. പക്ഷേ ആ മനുഷ്യൻ്റെ പഠനം പൂർത്തിയാകുന്നത് പോലും പ്രപഞ്ചത്തിൽ നിന്നാണെന്ന് മറന്നു പോകുമ്പോഴാണ് നമ്മളുടെ അപൂർണതകൾ നമ്മളെ വല്ലാതെ ഒന്ന് ഓർമ്മിപ്പിച്ച് നോവിച്ച് കടന്നു പോകുന്നത്. ഞാൻ തത്തയുടെ അടുത്ത വശങ്ങളിലേക്ക് പോകാൻ. ഇനി ചിറകുകളാണ്. അതിനെ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർത്തുന്ന ഏറ്റവും മനോഹരമായ ചിറകുകൾ. നമ്മൾ അത് വരയ്ക്കുമ്പോൾ അതിൻ്റെ താളബോധത്തെ അറിയേണ്ടതുണ്ട്. നോക്കൂ, തത്തയെ ഞാനിവിടെ വരച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ഈ ചിറകുകളുടെ ഒരു ഫിനിഷിങ്ങിലേക്ക് പോവുകയാണ്. എപ്പോഴും നമ്മൾ പറയുന്നത് നമ്മളുടെ വിരലുകൊണ്ട് മാത്രമാവരുത്, അത് ഹൃദയം കൊണ്ട് കൂടിയാവണം. ആത്മാവിനെ തൊട്ട് വരച്ചു പോകുന്ന, അല്ലെങ്കിൽ തൊട്ട് അറിഞ്ഞു പോകുന്ന നിമിഷങ്ങളാണ് ചിത്രകലയുടെ മനോഹാരിത എന്ന് പറയുന്നത്. നമ്മൾ വരയ്ക്കുകയാണ് ഇങ്ങനെ. ഇത്രയും തൂവലുകൾ നിങ്ങൾ അതുപോലെ വരയ്ക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ചിറകിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന വരകളൊന്നും തന്നെ വരാതിരിക്കാൻ പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം. നോക്കുക, ഇത് സ്കെച്ചിങ്ങും ബ്ലോക്കിങ്ങും ഒരുപോലെ കലർന്ന ഒരു രൂപമാണ്. ഇത് കഴിയുമ്പോഴാണ് നമ്മൾ ഒറ്റ വരയിലൂടെ ഫിനിഷ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കറിയാം, എന്നെ കാണുന്ന നിങ്ങൾ കുറച്ച് നാൾ കൊണ്ട് ഈ വരകൾ കാണുമ്പോൾ, ഈ വരയെ അനുഭവിക്കുമ്പോൾ നിങ്ങൾ ഈ തലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നോക്കുക, അച്ചിറ കഴിഞ്ഞ്
ഇപ്പുറത്തെ ചിറക് നമുക്ക് ഇത്രയും ആക്കാം. കാരണം അത് താഴ്ന്ന് ഇത് ദൂരമാണ്. പെർസ്പെക്റ്റീവ് അടിക്കുമ്പോൾ നമ്മൾ പറയും ദൂരങ്ങൾ വരയ്ക്കേണ്ടത് എങ്ങനെയാണ്. ഇനി ഈ ചിറകിൻ്റെ നേരെ വരുന്ന കാലുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും കൊണ്ട് ഈ തത്തയെ ഞാൻ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫിനിഷിംഗ് ലൈനാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഈ പടം ഒന്ന് ഇറേസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഫിനിഷിംഗ് ലൈനിലേക്ക് നോക്കാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇത് മുഴുവൻ കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഫിനിഷിങ്ങിലേക്ക് പോകുന്നു, നോക്കുക. ഇനി നമ്മൾ ഒറ്റ വര കൊണ്ട് ചിത്രം പൂരിപ്പിക്കുകയാണ്, പൂർത്തീകരിക്കുകയാണ്. കാരണം ഈ വരകളിലൂടെ മുഴുവൻ നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ ഡീറ്റെയിലിങ്ങിലേക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കണ്ടോ, ഇങ്ങനെ നിർത്തിയിട്ട് ഈ വര ഇവിടെ വരെ നമ്മൾ കൊണ്ട് നിർത്തണം. കണ്ടോ, പിന്നീട് നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ വരയ്ക്കുന്നു, ഇങ്ങനെ വളയ്ക്കുന്നു. ഈ വരകൾ നിങ്ങൾ നന്നായിട്ട് ചെയ്യുക. നമ്മൾ പെൻസിൽ പരമാവധി ഒരു പ്രാവശ്യം ഒന്ന് വരച്ച് തുടങ്ങിയാൽ ഇത് പൂർത്തിയാക്കാതെ പെൻസിൽ എടുക്കില്ല എന്ന് മനസ്സിലൊന്ന് ചിന്തിക്കണം. ഇങ്ങനെ വന്നു, അടുത്ത ചിറകുകൾ ഇങ്ങനെ വരുന്നു, നോക്കുക. ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാതെ വരകൾക്ക് ചെറിയൊരു താളം കൊടുത്തുകൊണ്ട് വരച്ചാൽ നിങ്ങളറിയാത്തൊരു ഭംഗി ആ ചിത്രത്തിലുണ്ടാവും. അതാണ് ചിത്രകലയുടെ ആകത്തുകയും ആകെ സൗന്ദര്യവുമെന്ന് നമ്മളറിയണം. ചിത്രകല പഠിക്കുന്ന കാലത്ത് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞൊരു വാക്കാണ്, നീ വിരൽ തൊട്ടാൽ ഒരു പൂ വിതൾ വിരിയണം എന്ന് പറയുന്ന പോലെ നമുക്ക് ഹൃദയം കൊണ്ട് ചുംബിച്ചുണർത്താവുന്ന ഒരുപാട് പുഷ്പങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ വെറുതെ കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് ആ പൂക്കൾ വിരിയാത്തത്. ഹൃദയം കൊണ്ട് തൊട്ടാൽ, ഹൃദയം കൊണ്ടൊന്ന് ചുംബിച്ചാൽ വിരിയാത്ത ഒന്നും ഈ ഭൂമിയിലില്ല എന്ന് നമ്മൾ അറിയുമ്പോഴാണ് വിശ്വപ്രേമം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെയാണ് വിശ്വമാനവികതയും ഒക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ചിത്രത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രം വരയ്ക്കുന്ന രീതി ഏകദേശം മനസ്സിലായി എന്ന് എനിക്ക് ഉറപ്പിക്കാം മനസ്സുകൊണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിരന്തരമായ പരിശീലനത്തിലൂടെ ഈ ചിത്രങ്ങളെ വരയുടെ സ്ഥാനങ്ങളെ ഉറപ്പിച്ചുകൊണ്ട്, വരയ്ക്കുന്ന രീതി മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ ചിത്രം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നിരന്തരമായൊരു പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇവിടെ. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചിത്രകലയുടെ പൂർണ്ണതയിലേക്ക് കിടക്കുകയാണ്. ഇനി ശ്രദ്ധാപൂർവം അവസാനവട്ട മിനുക്കുപണികളിലേക്ക് നമുക്ക് കടക്കാം. ഈ പക്ഷിയുടെ വാലൊക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒരല്പമൊന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ താളമില്ലാതെയാവും. ചിത്രകലയിൽ ഏറ്റവും അധികം വേണ്ടുന്ന താളമാണ്. സംഗീതം പോലെ തന്നെയാണ് ചിത്രകല. ഇവിടെയും ഒരു ഒഴുക്കുണ്ട്. നമ്മൾ വരമൊഴി എന്ന് പറയും. വാമൊഴി പോലെ തന്നെ വരമൊഴിക്കും ഒരു സംഗീതമുണ്ടെന്ന് നമ്മൾ അറിയണം. ഇങ്ങനെ നോക്കുക, നേരെ വന്നിട്ട് താഴോട്ട് വന്ന് ഇങ്ങനെ വന്ന് തീരുന്നു. അങ്ങനെ ഏറ്റവും ലളിതമായി അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായി നിങ്ങൾക്ക് ഒരു ചിത്രം കൂടി വരച്ച് കാണിക്കാൻ സാധിച്ചതിലുള്ള ചാരിതാർത്ഥ്യത്തിലാണ് ഞാൻ. എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. അങ്ങനെ ആകാശം തേടുന്ന, സ്വാതന്ത്ര്യം എന്നും നമ്മൾ കൊടുക്കേണ്ട, നമ്മൾ ഒരിക്കലും പിടിച്ചു വെക്കരുതാത്ത ഒന്നാണ് മറ്റൊന്നിൻ്റെ സ്വാതന്ത്ര്യം എന്നറിഞ്ഞുകൊണ്ട് ഈ ഒരു ചിത്രം നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഒരുപാട് ഇഷ്ടത്തോടെ. സുധീർ കൃഷ്ണനാണ്. ഒരുപാട് നന്ദി.